ക്രിയാറ്റിൻ കുറക്കാനുള്ള മരുന്ന്, ക്രിയാറ്റിൻ 2 എത്തിപ്പോയി 3 എത്തിപ്പോയി, ക്രിയാറ്റിൻ കുറക്കാനുള്ള മരുന്ന് എന്ന് പറഞ്ഞിട്ട് സോഡാ ബൈക്കാർബ്, സോഡാമിൻറ്റ്, നോഡോസിസ്, സോഡാമിൻറ്റ്, ഇങ്ങനെ ഒരുപാട് മരുന്നുകൾ കുടിച്ചിട്ട് അവർ അത് മാത്രം തുടർച്ചയായിട്ട് കുടിക്കും. അല്ലെങ്കിൽ പിന്നെ നെഫ്രോസേഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില ക്രിയാറ്റിൻ കിഡ്നി ഡാമേജ് ഉള്ള ആളുകളിൽ ക്രിയാറ്റിൻ കൂടുന്നത്, കിഡ്നീൻ്റെ അസുഖം ഉള്ളതുകൊണ്ടാണ് ക്രിയാറ്റിൻ കൂടുന്നത്. അപ്പോൾ കിഡ്നി അസുഖമുള്ള ആളുകളിൽ ചില ടോറിൻ അതേപോലത്തെ ചില മരുന്നുകൾ കൊടുക്കും. അപ്പോൾ പല ആളുകളും അത് മാത്രം വളരെ കൃത്യമായിട്ട് എടുക്കും. ക്രിയാറ്റിൻ്റെ മരുന്ന് മുടങ്ങൂല. ക്രിയാറ്റിൻ കൂടാതെക്കാനാണ് എന്നാണ് ധാരണ. ഈ സോഡാ ബൈകാർബണേറ്റ് ഒക്കെ ക്രിയാറ്റിൻ കുറക്കാനുള്ള മരുന്നല്ല. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ഈ സോഡാ ബൈകാർബണേറ്റ് NaHCO3, സോഡാമിൻ്റെ നോഡോസിസ് ക്രിയാറ്റിൻ കുറക്കാനുള്ള മരുന്നല്ല. ക്രിയാറ്റിൻ കൂടി നിൽക്കുമ്പോൾ ബോഡിയിൽ അസിഡോസിസ് എന്നുള്ള അവസ്ഥ ഉണ്ടാവും. അപ്പോൾ ക്രിയാറ്റിൻ കൂടി നിൽക്കുമ്പോൾ ബോഡിക്ക് അതുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകൾ മാറാൻ, ക്രിയാറ്റിൻ കൂടി നിൽക്കുമ്പോഴുള്ള അസ്വസ്ഥത മാറാനാണ് ഈ മരുന്ന്, അല്ലാതെ ക്രിയാറ്റിൻ കുറക്കാനുള്ള മരുന്നല്ല. ക്രിയാറ്റിൻ കുറക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂടാതെ വെക്കണം എന്നുണ്ടെങ്കിൽ എന്താ മരുന്നെന്നറിയോ? എന്ത് കാരണത്താലാണ് ഇവർക്ക് കിഡ്നി കേടായത്? കിഡ്നി കേടായതുകൊണ്ടാണ് ക്രിയാറ്റിൻ കൂടിയത്. ഓക്കെ, എന്ത് കാരണത്താലാണ് കിഡ്നി കേടായത്? അത് പ്രഷറാണോ, ഷുഗറാണോ, കൊളസ്ട്രോൾ ആണോ, യൂറിക് ആസിഡ് ആണോ, വേറെ എന്തെങ്കിലും നെഫ്രോട്ടിക് സിൻഡ്രം കാരണമാണോ, വേറെ എന്തെങ്കിലും കാരണത്താലാണോ ക്രിയാറ്റിൻ കൂടിയത്? ആ കാരണത്തെ ചികിത്സിക്കുക. അപ്പോൾ പ്രഷർ കാരണമാണ് കിഡ്നി കേടായത്, അതുകൊണ്ടാണ് ക്രിയാറ്റിൻ കൂടിയെന്നുണ്ടെങ്കിൽ പ്രഷറിൻ്റെ മരുന്നാണ് അവിടെ ക്രിയാറ്റിനുള്ള മരുന്ന്, കിഡ്നി ഡാമേജിനുള്ള മരുന്ന്. ഷുഗർ ഉള്ളത് കാരണമാണ് കിഡ്നി കേടായതെന്നുണ്ടെങ്കിൽ അവിടെ ഷുഗറിനുള്ള മരുന്ന്, ഷുഗർ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് അവിടെ ക്രിയാറ്റിനുള്ള മരുന്ന്. അല്ലാതെ ഈ സോഡാ ബൈകാർബോ, നോഡോസിസോ, സോഡാമിൻറ്റോ അല്ല ക്രിയാറ്റിനുള്ള മരുന്ന് എന്നുള്ളത് മനസ്സിലാക്കുക. ഈ ഇൻഫർമേഷൻ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. ഓക്കെ, താങ്ക് യു.